അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് സെൽ മൈക്രോസ്കോപ്പി ആൻഡ് മോർഫോളജിയുടെ പാർട്ട് 2, സെൽ മൈക്രോസ്കോപ്പി അല്ല, ബാക്ടീരിയൽ മൈക്രോസ്കോപ്പി ആൻഡ് മോർഫോളജിയുടെ പാർട്ട് 2 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ക്വിക്കായിട്ടൊന്ന് റിവ്യൂ ചെയ്ത് നോക്കിയാലോ? യെസ്, ഒബ്വിയസ്ലി അത് വേണം. റിവിഷൻ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്, എന്നാലാണ് നമ്മുടെ മൈൻഡിൽ അത് ഓർത്തിരിക്കുകയുള്ളൂ. സോ ഇൻട്രൊഡക്ഷൻ നോക്കിയായിരുന്നു. യുക്കാരിയോട്സ് പ്രൊക്യാരിയോട്സ് എന്താണ്, ഫംഗൈ, ആൽഗെ, പ്രൊട്ടോസോ ഒക്കെ യുക്കാരിയോട്സിൽ വരുന്നുണ്ടായിരുന്നു. പ്രൊക്യാരിയോട്സ് എന്താണ്, നമ്മുടെ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ ഒക്കെ എന്താണ്, പ്രൊക്യാരിയോട്സ് ആണ്. പിന്നെ അതിൻ്റെ ഡിഫറൻസ് നോക്കി, ന്യൂക്ലിയസിൻ്റെ ഡിഫറൻസ് നോക്കി, സൈറ്റോപ്ലാസം, കെമിക്കൽ കമ്പോസിഷൻ, പിന്നെ ബാക്ടീരിയയുടെ സൈസ് ഒക്കെ നമ്മൾ നോക്കി. പിന്നെ മോർഫോളജി ഓഫ് ബാക്ടീരിയ, പുറമേ കാണുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ ബാക്ടീരിയയുടെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ കൊക്കൈ എന്ന് പറയുന്നത് എന്താണ്, സ്പിറിക്കൽ ഷേപ്ഡ് ആണ്. ഇത് ഡിപ്ലോക്കോക്കെ ഉണ്ട്, പെയേർഡ് ആയിട്ടുള്ള, സ്ട്രെപ്റ്റോക്കോക്കി ഇങ്ങനെ ക്ലസ്റ്റോ ചെയിൻ ആയിട്ടുള്ളത്, പിന്നെ സ്റ്റെഫൈലോക്കോക്കി, ടെട്രാഡ്, സെറീന, പിന്നെ ബാസിലി ഉണ്ട് റോഡ് ഷേപ്ഡ്, അത് പല ടൈപ്പ് ഉണ്ട്. സ്പൈറല്ല, കോമ ഷേപ്ഡ്, കൊക്കോ, സ്ട്രെപ്റ്റോ, ബാസിലെ, ചൈനീസ് ലെറ്റർ, പിന്നെ സ്പൈറോക്കേറ്റ്സ്, ആക്ടിനോമൈസറ്റേസ്, മൈക്കോപ്ലാസ്മ, പിന്നെ റിക്കറ്റ്സിയ ആൻഡ് ക്ലമൈഡിയ. പിന്നെയാണ് ബാക്ടീരിയൽ അനാട്ടമി ഇന്ന് ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. വളരെ സിമ്പിളും വളരെ ഇൻട്രസ്റ്റിംഗും ആണ്. അപ്പോൾ നമ്മൾ സാധാ ഒരു ഹ്യൂമൻ ബോഡിയിലെ ലിവിങ് സെല്ലിന് വളരെ സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പഠിക്കാൻ വളരെ സിമ്പിളുമാണ് ആൻഡ് ഇൻട്രസ്റ്റിംഗും ആണ്. അപ്പോൾ ബാക്ടീരിയയുടെ നമ്മൾ ആ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു. സെൽ വാള്, അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. നമ്മൾ ഇന്നലെ സെൽ വാളിൻ്റെ പിക്കുലാരിറ്റീസ് ആൻഡ് അതെന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്നും പഠിച്ചായിരുന്നു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പോൾ അത് 5 to 10 നാനോമീറ്റർ തിക്കാണ്. ഓക്കെ, നോക്കുക, 5 to 10 നാനോമീറ്റർ തിക്കാണ് ആൻഡ് എലാസ്റ്റിക് ആണ്, സെമി പെർമിയബിൾ ആണ്. നമ്മുടെ സാധാ ഒരു ഹ്യൂമൻ ബോഡിയുടെ സെൽ എന്ന് പറയുന്നത് സെമി പെർമിയബിൾ തന്നെയാണ് അല്ലേ. പെർമിയബിൾ എന്ന് പറയുന്നത് കടത്തി വിടാൻ സഹായിക്കുന്നത്, സെമി എന്ന് പറയുന്നത് പാർഷ്യലി ആണ്. ഓക്കെ, ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ മാത്രമാണ് അത് കടത്തി വിടുള്ളൂ. പിന്നെ നമുക്കറിയാം സെൽവാൾ കഴിഞ്ഞിട്ടാണ്, സെൽവാളാണ് ഏറ്റവും പുറത്ത് ഉള്ളത്, പിന്നെ അതിന് മുമ്പ് ഉള്ളതാണ് നമ്മുടെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഷോസ് ദ പ്രസൻസ് ഓഫ് 3 ലെയേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ യൂണിറ്റ് മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി കാണിക്കുന്നത് പ്രസൻസ് ഓഫ് 3 ലെയേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് എ യൂണിറ്റ് മെംബ്രെയിൻ, കെമിക്കലി കൺസിസ്റ്റ് ഓഫ് ലിപ്പിഡ്, protein molecules, sterols are absent except in mycoplasma. Okay, act as osmotic barrier. It is a site of numerous enzyme, permease, oxidase, polymerase involved in the active transport of selective nutrients. Cytochrome oxidase enzyme of TCA and necessary for cell wall synthesis. ഇത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. ഇത് 5 to 10 നാനോമീറ്റർ തിക്കാണ്, എലാസ്റ്റിക് ആണ്, സെമി പെർമിയബിൾ ആണ് ആൻഡ് സെൽ വാളിന് തൊട്ട് മുമ്പാണ് ഈ ഒരു സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഉള്ളത്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇങ്ങനെ 3 ലെയേഴ്സ് ആയിട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമുക്കറിയാം ലിപ്പിഡ്, പ്രോട്ടീൻ, ആ ഒരു ലെയർ എന്താണ്, ആബ്സെൻ്റ് ആണ്. പക്ഷേ മൈക്കോപ്ലാസ്മയ്ക്ക് മാത്രം ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊരു എക്സെപ്ഷൻ ആണ്. പിന്നെ ഒരു ഓസ്മോട്ടിക് ബാരിയർ ആസ് ഇറ്റ്സ് എ സൈറ്റ് ഓഫ് ന്യൂമറസ് എൻസൈം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻസൈംസ് ഉണ്ട്. പെർമിയസ്, ASC അവസാനിക്കുന്ന ഏതൊരു സംഭവം എന്താണ് അതൊരു എൻസൈംസ് ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ സൈറ്റോക്രോം ഓക്സിഡേസ് എന്നൊക്കെ പറയുന്നത് TCA, ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, നമ്മൾ ബയോകെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ്, ഈ സെൽ വാൾ സിന്തസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയാണ് ഇത്. അത്ര നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു പോർഷനും ഈ ഒരു ഫിഗറും വരച്ചു കഴിഞ്ഞാൽ തന്നെ ഓക്കെ ആണ്. ആൻഡ് ഓക്കെ, നിങ്ങൾക്ക് അഡീഷണലി വളരെ നല്ല മാർക്ക് വേണമെങ്കിൽ ഒബ്വിയസ്ലി ഇതൊക്കെ എഴുതാം. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് സൈറ്റോപ്ലാസം എന്താണ്. ബാക്ടീരിയൽ സൈറ്റോപ്ലാസം ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സാധാ ഒരു സെല്ല് നോക്കിക്കഴിയുമ്പോൾ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡി ലെയർ ആണ്. അതിലാണ് ഈ സെൽ ഓർഗനൽസ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫ്ലോട്ട് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോയിഡൽ സിസ്റ്റം കണ്ടെയ്നിങ് എ വെറൈറ്റി ഓഫ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സൊല്യൂട്ട്സ് ഇൻ എ വേരിയസ് വിസ്കസ് വാട്ടറി സൊല്യൂഷൻ. ഓക്കെ, വിസ്കസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഹണി, നമ്മുടെ തേനിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി പോലെയാണ് ഈ സൈറ്റോപ്ലാസം ഉള്ളത്. അപ്പോൾ അതിലെന്താണ്, വെറൈറ്റി ഓഫ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സൊല്യൂട്ട്സ് ഉണ്ട്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ലാക്സ് മൈറ്റോകോൺട്രിയ ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് യൂക്കാരിയോട്ടിക് സെൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇത് പ്രൊക്കാരിയോട്സ് ആണ്. അപ്പോൾ പ്രൊക്കാരിയോട്സിന് എന്താണ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ ഒക്കെ ഇല്ല.
പക്ഷേ ഇറ്റ് കണ്ടെയ്ൻസ് റൈബോസോം, മീസോസോം, വാക്യൂൾസ് ആൻഡ് ഇൻക്ലൂഷൻസ്. ദ സൈറ്റോപ്ലാസം സ്റ്റെയിൻ യൂണിഫോംലി വിത്ത് ബേസിക് ഡൈസ് ഇൻ യങ് കൾച്ചേഴ്സ്. പക്ഷേ ഇതിൽ എന്തൊക്കെയാണുള്ളത്? റൈബോസോം ഉണ്ട്, മീസോസോംസ് ഉണ്ട്, വാക്യൂൾസ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്റ്റെയിൻ നമ്മുടെ ഇതിൽ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും എന്താണ് ഇത് സ്റ്റെയിൻ ആവും. അല്ലാതെ ഇന്ന ഒരു ഭാഗത്തിൽ മാത്രം സ്റ്റെയിൻ ആവാണ്ടിരിക്കത്തില്ല. അതാണ് സൈറ്റോപ്ലാസത്തിന്റെ പ്രത്യേകത. ഒരു വിസ്കസ് ടൈപ്പ് ഓഫ് വാട്ടറി ഫ്ലൂയിഡ് ആണ്. അതിൽ ഓർഗാനിക്, ഇനോർഗാനിക് സൊല്യൂട്ട്സ് ഉണ്ട്. അതിന് മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇല്ല. പക്ഷേ അതിന് റൈബോസോംസ് ഉണ്ട്. നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് മീസോസോം, വാക്യൂൾസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഓൾ അബൌട്ട് ന്യൂക്ലിയസ്. പക്ഷേ ഈ ഒരു ന്യൂക്ലിയസ് വെൽ ഡിഫൈൻഡ് അല്ല ഒരിക്കലും. ഓക്കെ, അതിനൊരു ന്യൂക്ലിയർ മെമ്പറൈൻ ഇല്ല, അല്ലെങ്കിൽ ന്യൂക്ലിയോളസ് ഇല്ല. ഇറ്റ് കനോട്ട് be seen by ordinary microscope but has electron microscope. അതായത് നമ്മൾ സാധാ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാനേ പറ്റത്തില്ല. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റും. ദ ന്യൂക്ലിയർ ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ഡസൻ കണ്ടെയ്ൻ എനി ബേസിക് പ്രോട്ടീൻ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ന്യൂക്ലിയസിലെ ഡിയോക്സി റൈബോ DNA എന്തെങ്കിലും എന്താണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഇല്ല. പക്ഷെ നമ്മുടെ ഒരു സെല്ല് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുക്കാരിയോട്സിൻ്റെ സെല്ല് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, ദ ജീനോമിക് DNA ഈസ് ഡബിൾ സ്റ്റാൻഡേർഡ് ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ. എന്താണ് ഒരു സർക്കിൾ ആയിട്ടാണ് നമ്മുടെ അല്ല ബാക്ടീരിയയുടെ ഉള്ളത്. നമ്മുടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ DNA എങ്ങനെയാണ്. അത് നമുക്ക് കാണിച്ചേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു ബ്രൈഡഡ് ആയിട്ട് ഇങ്ങനെ മുടി പിന്നെ ഇട്ട പോലെയാണ് കാണപ്പെടുന്നത് അല്ലേ. ഇതൊരു സർക്കിൾ ഷേപ്ഡ് ആണ്. പക്ഷേ എന്താണ് അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂക്ലിയർ മെമ്പറൈൻ ഇല്ല. അതിന് നമുക്ക് ഓർഡിനറി മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ പറ്റത്തില്ല, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ പറ്റും. പിന്നെ ന്യൂക്ലിയർ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അതായത് DNA എന്ന് പറയുന്നതിന് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഇല്ല. ആൻഡ് ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, പക്ഷെ ഒരു സർക്കിൾ ഫോമിലാണ് ഉള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ DNA പറ്റി നോക്കുകയാണെങ്കിൽ അത് ഹാപ്ലോയിഡ് ആണ്. നമ്മുടെ യുക്കാരിയോട്സിനൊക്കെ എന്താണ് അത് ഡിപ്ലോയിഡ് ആണ് അല്ലേ. റെപ്ലിക്കേറ്റ് ബൈ സിമ്പിൾ ഫിഷൻ ആൻഡ് മെയിൻറ്റെയിൻ ബാക്ടീരിയ ജനറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമുക്കറിയാം ഇത് ഹാപ്ലോയിഡ് ആണ്, സിമ്പിൾ ഫിഷനൊക്കെ വഴിയാണ് ഓക്കെ ഉള്ളത്. നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മൾ മൈറ്റോസിസ്, മിയോസിസ്, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ മിയോസിസ് നോക്കും. ആൻഡ് അല്ലാത്ത പക്ഷേ അതെന്താണ് സെൽ ബിൽഡിംഗ് അപ്പ് ആയിട്ടുള്ള മൈറ്റോസിസ് ആണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സിമ്പിൾ ഫിഷനാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനിയുള്ളതെന്ന് പറയുന്നത് ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ ആൻഡ് സ്ലൈം ലെയർ ആണ് അഡീഷണൽ ആയിട്ടുള്ളത്. സോ അമോർഫസ് വിസിഡ് ബാക്ടീരിയൽ സെക്രീഷൻ വിച്ച് സറൗണ്ട് സം ബാക്ടീരിയ ആസ് ദെയർ ഔട്ടർമോസ്റ്റ് ലെയർ. ഇത് എല്ലാ ബാക്ടീരിയയിലും ഉണ്ടെന്നല്ല പറയുന്നത്. ചില ടൈപ്പ് ഓഫ് ബാക്ടീരിയയിൽ ഈ ഒരു എന്താ പറയുന്നത് ഒരു ഔട്ടർമോസ്റ്റ് ലെയർ ആയിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുന്നത് ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ ഉണ്ടാവും. സോ വെൻ ഇറ്റ് ഡിഫ്യൂസസ് ഇൻ ടു സറൗണ്ടിങ് മീഡിയം ആൻഡ് റിമൈൻസ് എസ് എ ലൂസ് ഇൻഡേമാർക്കേറ്റഡ് എന്ന് പറയുന്നത് എന്താണ് ക്ലിയർലി ഡിഫൈൻഡ് അല്ലെങ്കിൽ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടല്ലാതെ. ഓക്കെ, ആസ് ഇൻ ലൂക്കോനോസ്റ്റോക്ക്, അതൊരു മൈക്രോ ഓർഗാനിസം ആണ്. ഒരു പേരൊന്നും കേട്ട് പേടിക്കണ്ട, ഒത്തിരി മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇതൊക്കെ വളരെ സിമ്പിളാണ്. നമ്മുടെ സ്ലൈം ലെയർ ഉണ്ടല്ലോ, നമ്മൾ സ്ലൈം കളിക്കത്തില്ല, അതുപോലെ തന്നെ. അതായത് നമ്മളിതൊരു ബാക്ടീരിയൽ മീഡിയ എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് കോൺസെൻട്രേഷൻ ഓർ മൂവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓർ തിങ്സ് ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. അപ്പോൾ വലിയ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഒരു ലൂസായിട്ട് വളരെ സ്മൂത്തായിട്ട് അങ്ങനെ ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ട് അങ്ങുള്ള സെക്രീഷനെയാണ് നമ്മൾ സ്ലൈം ലെയർ എന്ന് പറയുന്നത്. പിന്നെ ക്യാപ്സ്യൂള് വെരി തിൻ ഇൻ നെസേരിയ മെനഞ്ചൈറ്റിസ്. ഓക്കെ, നമ്മുടെ ക്യാപ്സ്യൂള് വളരെ തിന്നാണ്. ഏതിലാണ്? നെസേരിയ മെനഞ്ചൈറ്റിസ്. ഓക്കെ, ഇതിൽ വളരെ തിന്നാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ബാക്ടീരിയ ക്യാപ്സ്യൂള്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഫങ്ഷൻസ് ജസ്റ്റ് ഈസി ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ക്യാപ്സ്യൂൾ എൻഹാൻസ് ബാക്ടീരിയൽ വിറുലൻസ് ബൈ ഇൻഹിബിറ്റിംഗ് ഫാഗോസൈറ്റോസിസ്. അപ്പോൾ ഫാഗോസൈറ്റോസിസ് എന്താണ്? ഒരു ഫോറിൻ ബോഡി വന്നു കഴിഞ്ഞാൽ അതിനെ വിഴുങ്ങിയിട്ട് നശിപ്പിച്ച് കളയുന്നു അല്ലേ. പിന്നെ പ്രൊട്ടക്റ്റീവ് കവറിങ് ആൻറ്റി ബാക്ടീരിയ സബ്സ്റ്റൻസസ് സച്ചസ് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയനെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ക്യാപ്സുലർ ആൻറ്റിജൻ സ്പെസിഫിക് ഫോർ ബാക്ടീരിയ. അതായത് ഇത്രേ ഉള്ളൂ ഏത് ടൈപ്പ് ഓഫ് ബാക്ടീരിയ എന്ന് നമുക്ക് അതിൻ്റെ സ്പെസിഫിക് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ വഴി നമുക്ക് അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ ഈ 3 ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലജെല്ല എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് 5 മാർക്ക് 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
കാരണം ചോദിക്കാനുള്ള അത്രയൊരു പോർഷനാണ്. അപ്പോൾ സൈറ്റോപ്ലാസ്മിക് അപ്പൻഡേജസ് പ്രൊട്രൂഡിങ് ത്രൂ സെൽ വാൾ, അതായത് ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ നമ്മുടെ സെൽ വാളിൽ നിന്ന്, ശരിക്കും പറഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ നിന്ന് സെൽ വാളിലേക്ക് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്തെന്ന് പറയുമ്പോൾ പുറത്ത് ഇങ്ങനെ വന്നിരിക്കും. ദേ ആർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ കമ്പോസ്ഡ് ഓഫ് എ പ്രോട്ടീൻ ഫ്ലജലിൻ, അതായത് ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ്. എന്തും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്? ഫ്ലജലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ അതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് ലോക്കോമോഷൻ, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലജല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഓൾ മോട്ടൈൽ ബാക്ടീരിയ, മോട്ടൈൽ എന്ന് പറയുന്നത് മൂവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ എക്സെപ്റ്റ് സ്പൈറോകേറ്റ്സ് പോസസ് വൺ ഓർ മോർ ഫ്ലജല്ല. എല്ലാ മൂവ് ചെയ്യുന്ന ബാക്ടീരിയയ്ക്കും ഒന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫ്ലജല്ല ഉണ്ടാവും. പക്ഷേ സ്പൈറോകേറ്റ്സ് എന്താണ്? അതൊരു എക്സെപ്ഷൻ ആണ്. അത് MCQ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അത് 5 to 20 മൈക്രോമീറ്റർ ഇൻ ലെങ്ത്ത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് പാർട്സ് ഓഫ് ഫ്ലജല്ലയാണ്. ഇനി പാർട്സ് ഓഫ് ഫ്ലജല്ല എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഫിലമെൻ, ഹുക്ക്, ബേസൽ ബോഡി. 3 പാർട്സ് ഉണ്ട് ഫ്ലജല്ലയ്ക്ക്: ഫിലമെൻ, ഹുക്ക് ആൻഡ് ബേസൽ ബോഡി. ഏതൊക്കെയാണ്? ഫിലമെൻ, ഹുക്ക് ആൻഡ് ബേസൽ ബോഡി. ഓക്കെ, ഇനി അതിൽ ഫിലമെൻ്റ് ഒന്നുമില്ല, അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്താണ്? ലൈസ് എക്സ്റ്റേണൽ ടു ദ സെൽ ആൻഡ് ഈസ് കണക്റ്റഡ് ടു ദ ഹുക്ക്. അപ്പോൾ ഹുക്ക് വഴിയാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. എക്സ്റ്റേണൽ സെല്ലിൻ്റെ പുറത്തായിട്ടാണ് ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, ദ ഹുക്ക് ബേസൽ ബോഡി പോർഷൻ ഇസ് എംബഡഡ് ഇൻ ദ സെൽ എൻവലപ്പ്. അപ്പോൾ ഹുക്കും ബേസൽ ബോഡി പോർഷൻ എവിടെയാണ്? സെൽ എൻവലപ്പിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ദ ബേസൽ ബോഡി ഈസ് അറ്റാച്ച് ടു ദ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ, അല്ലെങ്കിൽ നമ്മുടെ സെൽ മെംബ്രെയിനിലാണ് ഈ ബേസൽ ബോഡി അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, ഔട്ടർ റിങ്സ് ആർ ആബ്സെൻ്റ് ഇൻ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. മെയ്ഡ് ഓഫ് പ്രോട്ടീൻ വിച്ച് ഈസ് സിമിലർ ടു മയോസിൻ. ഇത് എന്തും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? ഒരു പ്രോട്ടീൻ ആണ്. അത് മയോസിൻ്റെ അധികം സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതാണ് ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. നോക്കി, ഈ ഒരു ഫിലമെൻ്റ് ഹുക്കിൻ്റെ ഉള്ളിലാണ്. പിന്നെ നമുക്കറിയാം ഈ ബേസൽ ബോഡി സൈറ്റോപ്ലാസ്മിക്, ഇതാണ് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്ന് പറയുന്നത്, അതിലാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഫ്ലജല്ല ചോദിക്കുമ്പോൾ വരച്ചു കൊടുക്കുക. ഫ്ലജല്ല, ഹുക്ക്, ബേസൽ ബോഡിയാണുള്ളത്. അപ്പോൾ ഈ ഫിലമെൻ്റ് എവിടെയാണ്? ഹുക്കിൻ്റെ കൂടെയാണ് അറ്റാച്ച് ചെയ്തേക്കുന്ന ഒരു ഔട്ടർ ലെയറിൽ, ഒരു ഔട്ടർ മെംബ്രെയിനിൽ. ബേസൽ ബോഡി എവിടെയാണ്? സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനിൽ. ഓക്കെ, ഇനിയുള്ളത് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലജല്ലയാണ്. മോണോട്രൈക്കസ്, ആംഫിട്രൈക്കസ്, ലോഫോട്രൈക്കസ്, പെട്രിട്രൈക്കസ് എന്നാണ് അറേഞ്ച്മെൻറ്റ് പറയുന്നത്. അപ്പോൾ മോണോട്രൈക്കസ് എന്ന് പറയുന്നത് ഇതാണ്. ഒറ്റ എൻഡിൽ ഒരു ഫ്ലജല്ല ഉണ്ടാവും. അതിൻ്റെ എക്സാമ്പിളാണ് വിബ്രിയോ കോളറെ. ഒറ്റ എൻഡിൽ ഒറ്റ ഫ്ലജല്ല ഉണ്ടാവും. പിന്നെയാണ് ആംബിട്രൈക്കസ് എന്ന് പറയുന്നത്. ഇതിലെ ബോത്ത് എൻഡ്സിലും ഒറ്റയായിട്ട് ഫ്ലജല്ല ഉണ്ടാവും. അതിൻ്റെ എക്സാമ്പിളാണിത്. ഓക്കെ, ഇനി ലോഫോട്രൈക്കസ് ടഫ്റ്റോ ഫ്ലജല്ല, അതായത് ഗ്രൂപ്പ് ഓഫ് ഫ്ലജല്ല ഒറ്റ സൈഡിൽ, ഒറ്റ എൻഡിൽ അല്ലെങ്കിൽ 2 എൻഡിലും ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇനി പെട്രീഷ്യസ് എന്ന് പറയുമ്പോൾ സാൽമോണല്ല ടൈഫി, ഇത് കണ്ടോ, ചുറ്റും ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പോൾ മോണോട്രൈക്കസ് ഉണ്ട്, ആംബിട്രൈക്കസ് ഉണ്ട്, ലോഫോട്രൈക്കസ് ഉണ്ട്, പെട്രിട്രൈക്കസ് ഉണ്ട്. വിത്ത് എക്സാമ്പിൾ എഴുതുക, വിത്ത് ഫിഗറും കൊടുക്കുക. എന്നിട്ട് നമുക്ക് മാൽപ്പ് എന്ന് പറയുന്നൊരു നിമോണിക് വെച്ച് നമുക്ക് കൊടുക്കാം. മോണോട്രൈഫിക്, ആംഫിട്രൈക്കസ്, ലോഫോട്രൈക്കസ് ആൻഡ് പെട്രിട്രൈക്കസ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്ത പോർഷനാണ് ഫിംബ്രി എന്ന് പറയുന്നത്. ഫിംബ്രി എന്ന് പറയുന്ന ഒരു റിപ്പീറ്റഡ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതും ഏകദേശം ഒരു എന്താ പറയുക, ഫ്ലജല്ലേനെ പോലെ തന്നെ സിമിലാരിറ്റി ആണ്. പക്ഷെ ഇതൊരു ഹെയർ ലൈക്ക് അപ്പൻഡേജസ് ആണ്. ഓക്കെ, ഇതൊരു ഹെയർ ലൈക്ക് അപ്പൻഡേജസ് ആണ്. ദേ ആർ ഓൾസോ കോൾഡ് പെലി ഓർ പൈലേ. ഓക്കെ, എന്ത് വേണേലും പറയാം. പിന്നെ അതിൻ്റെ ഒരു ലെങ്ത്ത് 0.1 to 1.0 മൈക്രോമീറ്റർ ലെങ്ത്, ലെസ് ദാൻ 10 നാനോമീറ്റർ തിക്ക്. ഓക്കെ, അതൊന്നും വേണ്ട, നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. തിന്നർ ദാൻ ഫ്ലജല്ല, അതായത് ഒരു ഹെയർ ലൈക്ക് അപ്പൻഡേജസ് ആണ്. ഓക്കെ, ഇതൊരു സ്ട്രെയിറ്റ് ഫിലമെൻ്റ് ആണ്. ആൻഡ് അതിനെ പൈലി എന്ന് വിളിക്കും.
ആൻഡ് ഒരു ഫ്ലജറിലേനേക്കാളും തിന്നറാണ് ആൻഡ് ഫൗണ്ട് ഇൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അപ്പോൾ നമ്മൾ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഒക്കെ പഠിക്കും. സ്റ്റെയിനിങ് ടെക്നിക്ക് വരുമ്പോൾ നമ്മൾ എന്തായാലും അത് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ആൻഡ് ദേ ആർ ആൻറ്റിജനിക്. ഓക്കെ, ഫിംബ്രിയ എന്ന് പറയുന്നത് എന്താണ്? ഹെയർ ലൈക്ക് അപ്പൻഡേജസ് ആണ്. സെല്ലിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ഫിലമെൻറ്റ് പോലെയാണ്. അവർ പൈലേന്ന് വിളിക്കും. ആൻഡ് അവർ ഫ്ലജല്ലേനേക്കാളും തിന്നറാണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണ്, ആൻറ്റിജനിക് ആണ്. ഇനി ടൈപ്സ് ഉണ്ട്, ജസ്റ്റ് പേര് മാത്രം ഓർത്തിരുന്നാൽ മതി. 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കോമൺ പൈലേ, അതായത് 6 ടൈപ്സ് ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ നമ്പർ, അഡ്ഹസീവ് പ്രോപ്പർട്ടി, ആൻറ്റിജനിക് നേച്ചർ. പിന്നെ സെക്സ് ഓർ ഫെർട്ടിലിറ്റി പില്ലെ, പിന്നെ COL1 അതായത് കൊളൈൻ പില്ലെ എന്നാണ് പറയുന്നത്. കോമൺ പില്ലെ, സെക്സ് ഓർ എഫ്, COL1 പില്ലെ. ഇതാണ് ജസ്റ്റ് ആ ഒരു ഫിംബ്രിയയുടെ ടൈപ്സ് എന്ന് പറയുന്ന 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ലാസ്റ്റ് പോർഷനാണ് ബാക്ടീരിയൽ സ്പോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയൽ സ്പോർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ബാക്ടീരിയൽ സ്പോർ എന്ന് പറയുമ്പോൾ? ഹൈലി റെസിസ്റ്റൻറ്റ് റെസ്റ്റിംഗ് സ്റ്റേജ് ഫോംഡ് ഇൻ അൺഫേവറബിൾ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ പെർസ്യൂം ടു ബി റിലേറ്റഡ് ടു ഡിപ്ലീഷൻ ഓഫ് എക്സോജീനിയസ് ന്യൂട്രീഷൻ. സ്പോർസ് ആർ ഫോം വിതിൻ പാരന്റ് സെൽ, എൻഡോസ്പർ. അതായത് ഇതൊന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൊരു നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ചില മൈക്രോ ഓർഗാൻസ് അല്ലെങ്കിൽ ബാക്ടീരിയയ്ക്കൊക്കെ അൺഫേവറബിൾ കണ്ടീഷൻസ് വരും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ ഇവർ ഒരു സ്പോർ പോലെ ഒരു മൊത്തം അങ്ങ് പൊതിയും ഇവരെ. അത് മൊത്തം എന്നിട്ട് പൊതിഞ്ഞ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ അൺഫേവറബിൾ കണ്ടീഷൻസിലില്ലേ, ഇവർക്കൊന്നും സംഭവിക്കത്തില്ല. ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ ഈ സ്പോറ് പൊട്ടും, എന്നിട്ട് പിന്നെ ഫർദറായിട്ട് ഗ്രോ ചെയ്യും. ഓക്കെ അതാണ് ഈ ബാക്ടീരിയൽ സ്പോർ എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ബാക്ടീരിയൽ അനാട്ടമി ഇവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്, പിന്നെ സ്റ്റെയിനിങ് ടെക്നിക്ക് നമുക്ക് നാളെ പഠിക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു.